കോൺഗ്രസ് നേതാവ് പവൻ ഖേരയുടെ തിരിച്ചറിയൽ കാർഡിനെ ചൊല്ലി വിവാദം. പവൻ ഖേർക്ക് 2 തിരിച്ചറിയൽ കാർഡുണ്ടെന്നാണ് BJP പറയുന്നത്. 2 കാർഡിനും 2 നമ്പർ ആണെന്നാണ് ആരോപണം. എന്നാൽ ആരോപണം കോൺഗ്രസ് തള്ളിയിരിക്കുന്നു. പഴയ തിരിച്ചറിയൽ കാർഡ് കമ്മീഷനിൽ തിരിച്ചേൽപ്പിച്ചെന്ന് കോൺഗ്രസ് വിശദമാക്കുന്നു. നോബിൾ മാരക്കാർ വിവരങ്ങൾ നൽകും. നോബിൾ, ഇപ്പോൾ പവൻ ഖേരയ്ക്ക് 2 ID കാർഡ് എന്ന വിവാദം BJPയിൽ ഏത് നേതാവാണോ ഉയർത്തിയത്? എന്തെങ്കിലും തെളിവ് കാണിച്ചുകൊണ്ടാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത്? തിരിച്ച് കോൺഗ്രസിന്റെ മറുപടി എന്താണ് നോബിൾ? കോൺഗ്രസിന്റെ വക്താവ് അമിത് മാളവിയാണ് ഈ ആരോപണം എന്താണെങ്കിലും കോൺഗ്രസിനെതിരെയും പവൻ ഖേരയ്ക്ക് എതിരെയും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വോട്ടുകൊള്ളയിൽ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ പട്നയിൽ പ്രഖ്യാപിച്ച് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം കോൺഗ്രസിനെതിരെ BJP ശക്തമായി തന്നെ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോട്ടോകളടക്കം പുറത്തേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ന്യൂദില്ലിയിൽ 2 മണ്ഡലങ്ങളിൽ പവൻ ഖേരയ്ക്ക് വോട്ടുണ്ട് എന്നാണ് അമിത് മാളവി വ്യക്തമാക്കുന്നത്. ജംഗ്പൂര അതോടൊപ്പം ന്യൂദില്ലി നിയമസഭാ മണ്ഡലങ്ങളാണ് വോട്ടുള്ളത്. ഈ 2 മണ്ഡലങ്ങളിലും വോട്ട് ചേർക്കുമ്പോൾ 2 ID കാർഡിലെ നമ്പറുകൾ കൊടുത്താണ് ഇപ്പോൾ വോട്ട് ചേർത്തിരിക്കുന്നത് എന്നടക്കമുള്ള ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ കൃത്യമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നും വോട്ടുകൊള്ള ആരോപിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ വോട്ടുകൊള്ള സജീവമായി തന്നെ നടത്തുകയാണ് എന്ന പ്രത്യാക്രമണവും ഇതിൽ നടത്തുകയും ചെയ്യുന്നു. എന്താണെങ്കിലും വലിയ തരത്തിൽ വോട്ടുകൊള്ള രാജ്യത്ത് ചർച്ചയാക്കിയാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് ബീഹാറിൽ ഇന്നലെയാണ് യാത്രയുടെ സമാപനം, വോട്ടർ അധികാര യാത്ര സമാപനം ഉണ്ടായത്. അവിടെയൊക്കെ വലിയ തരത്തിൽ കോൺഗ്രസ് BJPയെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. അതിനു പിന്നാലെ കോൺഗ്രസിന്റെ ഭാഗത്തും ഇത്തരം നടപടികളുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അമിത് മാളവ്യ അടക്കമുള്ള നേതാക്കൾ. അതേസമയം കോൺഗ്രസ് പൂർണ്ണമായും ഈ വിവാദത്തെ തള്ളുകയാണ്. ഈ വ്യാജ പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് പവൻ ഖേര തന്നെ വ്യക്തമാക്കുന്നത്. നേരത്തെ 2 തിരിച്ചറിയൽ കാർഡ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആദ്യ തിരിച്ചറിയൽ കാർഡ് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് തിരിച്ച് സമർപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ അടക്കം നൽകിയിട്ടുണ്ട് എന്നാണ് ഇതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇരട്ട വോട്ടിൽ ആണല്ലോ കോൺഗ്രസ് ശക്തമായ വാദങ്ങൾ ഉന്നയിക്കുന്നത്. അതിന്റെ തെളിവുകളാണ് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ പവൻ ഖേരയുമായി ബന്ധപ്പെട്ടും കൃത്യമായ മറുപടി തെളിവുകൾ കോൺഗ്രസ് ഹാജരാക്കുന്നു. നോബിൾ, സ്മൃതി, ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കോൺഗ്രസ് എന്താണെങ്കിലും ഹാജരാക്കിയിട്ടുള്ള വിവാദം പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇത്തരത്തിൽ ഇതൊരു വ്യാജ പരാതിയും വ്യാജ ആരോപണവുമാണ് എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. തെളിവുകൾ ഒരുപക്ഷെ വരും മണിക്കൂറിൽ കോൺഗ്രസ് പുറത്തേക്ക് വിടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നേരത്തെ ഇത്തരത്തിൽ പ്രത്യേകിച്ച് വയനാട്ടിലടക്കം ഇത്തരത്തിൽ വ്യാജ വോട്ടുകളുണ്ട്, കള്ള വോട്ടുകളുണ്ട്, വോട്ട് കള്ളത്തരം നടന്നു എന്ന് കാണിച്ചുകൊണ്ട് BJP ആരോപണം ഉന്നയിച്ചിരുന്നു. പിന്നീട് അത് പലതും വ്യാജമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ ഈ പവൻ ഖേരയുടെ 2 ചിത്രങ്ങൾ, പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിൽ 2 ഫോട്ടോകളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് അമിത് മാളവ്യ ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് തെളിവുകൾ ഹാജരാക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട വക്താക്കളിൽ ഒരാൾ കൂടിയാണ് പവൻ ഖേര. ഈ വോട്ടർ അധികാര യാത്രയിൽ സജീവമായി തന്നെ ഉണ്ടായ നേതാവ് കൂടിയാണ്. ആ നേതാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിൽ വോട്ടുകൊള്ള നടന്നു എന്ന ആരോപണം BJP ഉന്നയിക്കുമ്പോൾ അത് വലിയ ഗൗരവമുള്ള വിഷയം കൂടിയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടുതൽ ഇതിൽ വ്യക്തത കോൺഗ്രസ് വരുത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പവൻ ഖേരയും കോൺഗ്രസും ഈ ആരോപണം തള്ളിക്കൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. പരാതി വ്യാജമാണെന്നും തന്റെ ആദ്യ തിരിച്ചറിയൽ കാർഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി തന്നെ തിരികെ സറണ്ടർ ചെയ്തിട്ടുണ്ട്, തിരിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പവൻ ഖേര ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സ്മൃതി.